ഇന്നൊരു യാത്രയാണ്. ഞാൻ ഒരു സിനിമ കാണാൻ പോവാണ്. കൊച്ചിയിലേക്ക് താമസം മാറിയതിനു ശേഷം ഇപ്പൊ യാത്രയിലൊക്കെ ആദ്യം മെട്രോ തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം എന്താ, സമയത്തിന് വരും. ഇനി ആലുവയില് മെട്രോ ഇറങ്ങിയതിനു ശേഷം ആനവണ്ടിയിൽ പോകണം അങ്കമാലിക്ക്. അങ്കമാലിയിലെത്തിയ ഇനി എന്നെ 4 സ്റ്റാർ മൂവിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്റെ സ്വന്തം കൊളീഗാണ്. അവളുടെ ബൈക്കിലിരുന്നാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര. 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് തിയേറ്ററിൽ ചെന്നത്. തിയേറ്ററിൽ ചെന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൂവി. വൈബ്, മാസ്, അങ്ങനെ നമ്മളെ ആ ഒരു മൂവിയിലേക്ക് കണക്ട് ചെയ്യുന്ന എലമെന്റ്സ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്കത് മിസ് ചെയ്തായിരുന്നു ഈ മൂവിയിൽ. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. തീരെ കണക്ഷൻ കിട്ടാത്ത അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഈ മൂവി കണ്ടു തീർത്തത്. കാരണം നമ്മള് കൂക്കി വിളിക്കുക, കൈയടിക്കുക, ഇന്നുള്ള പരിപാടികളൊക്കെ നോർമലി ഞാൻ ഇടയ്ക്കാണ് സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഒന്ന് കൈയടിക്കാൻ പോയിട്ട് ഒന്ന് കൂകാൻ പോലും എനിക്ക് ഈ മൂവി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തോന്നിയില്ല. മൂവിയുടെ പ്രശ്നമാണോ, എന്റെ ആസ്വാദനത്തിന്റെ പ്രശ്നമാണോ, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം. അത് അത്ര മോശം സിനിമ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ മൂവിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്കിതാണ് പറയാൻ പറ്റുന്നത്. മൂവി കഴിഞ്ഞു. ഇനി അടുത്ത പ്ലാൻ നമുക്ക് ഫുഡ് കഴിക്കലാണ്. അപ്പൊ ഫുഡ് ഇത്തവണ എന്റെ ട്രീറ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പോയത് അങ്കമാലി കിരിയാന്തൻസ് എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറന്റിലേക്കാണ്. ഇവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഫുഡ് കൊള്ളാം, ആംബിയൻസ് കൊള്ളാം, അത്യാവശ്യം ഒരു ക്രൗഡഡ് ആണ്. ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്ക് റിട്ടേൺ ട്രെയിൻ ഉണ്ടായിരുന്നത് 3:04 ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ അങ്കമാലി സ്റ്റേഷനിൽ നിന്ന്. എന്നാൽ എനിക്ക് 3:15 കൂടിയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റിയത്. പക്ഷെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ട്രെയിൻ കിട്ടുകയും ചെയ്തു. ഒരു 4:20 കൂടി ഞാൻ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. മൊത്തത്തിൽ ഇന്നത്തെ ദിവസം ഞാൻ എൻജോയ് ചെയ്തു. നമ്മുടെ ടീമായിട്ട് മൂവി ഔട്ടിങ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലും അടുത്ത വിശേഷമായിട്ട് കാണാം. ബൈ.